CCTV ഹോട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. നമസ്കാരം, CCTV ഹോട്ട് ന്യൂസിലേക്ക് സ്വാഗതം. H1N1 ബാധിച്ച് വീട്ടമ്മ മരിച്ചു. കുന്നംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് H1N1 ബാധിച്ച് പൊന്നാനി സ്വദേശിനി തരീക്കണക്കം വീട്ടിൽ അഹമ്മദ് അഷറഫിന്റെ ഭാര്യ 46 വയസ്സുള്ള സൈഫുന്നിസ മരിച്ചത്. തൃശൂർ കുറ്റിപ്പുറം റൂട്ടിൽ സ്വകാര്യ ബസ് ജീവനക്കാർ നടത്തുന്ന സമരം ഭാഗികം. ഗതാഗതയോഗ്യമല്ലാത്ത വിധം റോഡ് തകർന്നതിൽ പ്രതിഷേധിച്ച് ബുധനാഴ്ച ഈ റൂട്ടിൽ സ്വകാര്യ ബസ് ജീവനക്കാർ പ്രഖ്യാപിച്ച സമരത്തിൽ നിന്ന് ഒരു വിഭാഗം വിട്ടുനിന്നു. ഗുരുവായൂർ സബ് ഡിവിഷനിലെ വിവിധ സ്റ്റേഷനുകളിൽ മയക്കുമരുന്നടക്കമുള്ള നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായ യുവാവിനെ കാപ്പ നിയമപ്രകാരം അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ചു. ചാവക്കാട് പുത്തൻകടപ്പുറം താഴത്തുവീട്ടിൽ 24 വയസ്സുള്ള റിൻഷാദിനെയാണ് കളക്ടറുടെ ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ അറസ്റ്റ് ചെയ്തത്. പരാതി നൽകിയിട്ടും മുറിച്ചുമാറ്റാത്ത ഭീമൻ മരം വീണ് വീടും മതിലും തകർന്നു. കനത്ത മഴയിലും കാറ്റിലുമാണ് പെരുമ്പിലാവിൽ സ്വകാര്യ വ്യക്തിയുടെ പറമ്പിൽ നിന്നിരുന്ന വർഷങ്ങൾ പഴക്കമുള്ള കൂറ്റൻ വേങ്ങമരം വീണ് നാശനഷ്ടങ്ങൾ സംഭവിച്ചത്. പെരുമ്പിലാവ് കുറ്റിപ്പുറം പാത വളയംകുളത്ത് ബസ് കാത്തിരിപ്പു കേന്ദ്രം ശക്തമായ കാറ്റിൽ തകർന്നു. വന്നപകടം ഒഴിവായി. മഴക്കെടുതിയെ തുടർന്ന് വേലൂർ പഞ്ചായത്തിലെ 5 കുടുംബങ്ങളെ ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് മാറ്റി. തയ്യൂർ പള്ളിക്ക് സമീപം താമസിക്കുന്ന കുടുംബങ്ങളെയാണ് വീടുകളിലേക്ക് വെള്ളം കയറിയതിനെ തുടർന്ന് തയ്യൂർ സ്കൂളിലെ ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് മാറ്റിയത്. കടവല്ലൂർ ശ്രീരാമസ്വാമി ക്ഷേത്ര കവാടത്തിനരികിൽ മുറിച്ചിട്ട മരശിഖരങ്ങൾ നീക്കം ചെയ്തു. കുന്നംകുളം ആർത്താറ്റ് ഇറക്കത്തിൽ ബൈക്കും കാറും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ ബൈക്ക് യാത്രികന് പരിക്കേറ്റു. ചിറ്റഞ്ഞൂർ സ്വദേശി എഴുത്തുപുരയ്ക്കൽ വീട്ടിൽ 53 വയസ്സുള്ള സുരേഷിനാണ് പരിക്കേറ്റത്. പഴുന്നാനയിൽ ബസ് ഡ്രൈവറെ ആക്രമിച്ച പ്രതികളെ പോലീസ് അറസ്റ്റ് ചെയ്തു. പഴുന്നാന സ്വദേശികളായ പുഴങ്ങരയില്ലത്ത് വീട്ടിൽ 30 വയസ്സുള്ള ഫയാസ്, മണപ്പാട്ടുപറമ്പിൽ വീട്ടിൽ ഷാഫി എന്നിവരെയാണ് കുന്നംകുളം സ്റ്റേഷൻ ഹൌസ് ഓഫീസർ UK ഷാജഹാന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അറസ്റ്റ് ചെയ്തത്. അമച്ചോർ നാടകരംഗത്തും സാംസ്കാരിക പ്രവർത്തന രംഗത്തും സമാനതകളില്ലാത്ത പ്രവർത്തനം കാഴ്ചവെച്ച് അരങ്ങൊഴിഞ്ഞ ആത്രപ്പുള്ളി നാരായണനെ നാട് യാത്രാമൊഴിയേകി. സമൂഹത്തിന്റെ നാനാതുറകളിലുള്ള നിരവധി പേർ അന്തിമോപചാരമർപ്പിച്ചു. സംസ്കാരം ഗുരുവായൂർ നഗരസഭ ക്രിമിറ്റോറിയത്തിൽ നടന്നു. ഞമനങ്ങാട് തിയേറ്റർ വില്ലേജ് സ്ഥാപക ചെയർമാൻ ആത്രപ്പുള്ളി നാരായണന്റെ നിര്യാണത്തിൽ അഞ്ഞൂർ ഭാഗ്യലക്ഷ്മി ഓഡിറ്റോറിയത്തിൽ അനുശോചന യോഗം ചേർന്നു. സ്വകാര്യ ടെലികോം കമ്പനികളുടെ നിരക്ക് വർധനവിനെതിരെ DYFI ചാവക്കാട് ബ്ലോക്ക് കമ്മിറ്റി പ്രതിഷേധ പ്രകടനം നടത്തി. DYFI കുന്നംകുളം വെസ്റ്റ് ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സ്വകാര്യ ടെലികോം കമ്പനികളുടെ അമിത നിരക്ക് വർധനവിനെതിരെ പ്രതിഷേധ പ്രകടനം നടത്തി. വ്യാപാരി വ്യവസായി സമിതി തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ വ്യാപാരമിത്ര മരണാനന്തര സഹായം അത്താണി യൂണിറ്റിലെ ജയകുമാറിന്റെ കുടുംബത്തിന് കുന്നംകുളം MLA AC മൊയ്തീൻ കൈമാറി. പയ്യൂർക്കാവ് ശ്രീദുർഗ ഭഗവതി ക്ഷേത്രത്തിൽ രാമായണ മാസാചരണത്തിന് തുടക്കമായി. ഓണത്തിന് ഒരു കുട്ടപ്പൂവ് എന്ന ലക്ഷ്യവുമായി തൊഴിയൂർ CMUP സ്കൂളിൽ ചെണ്ടുമല്ലി കൃഷിക്ക് തുടക്കമായി. V കേശവൻ മാസ്റ്ററുടെ 1ാം ചരമവാർഷികത്തോടനുബന്ധിച്ച് എരുമപ്പെട്ടി ഖാദി കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ അനുസ്മരണ സമ്മേളനം സംഘടിപ്പിച്ചു. വേലൂർ ശ്രീ വിഘ്നേശ്വര സെൻട്രൽ സ്കൂളിൽ 10ാം ക്ലാസ് CBSE പരീക്ഷയിൽ ഉന്നത വിജയം നേടിയവരെ അനുമോദിച്ചു. പുന്നയൂർകുളം ചെറായി ക്രിയേറ്റീവ് സാംസ്കാരിക വേദി വായനശാലയുടെ നേതൃത്വത്തിൽ സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. SSF മന്നലാങ്കുന്ന് സെക്ടർ സാഹിത്യോത്സവം സംഘടിപ്പിച്ചു. CCTV ഹോട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. ഇതോടെ CCTV ഹോട്ട് ന്യൂസ് സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ് പേജ്, യൂട്യൂബ് ചാനൽ, ഫേസ്ബുക്ക് പേജ് എന്നിവ സന്ദർശിക്കുക. തത്സമയ വാർത്തകൾക്കായി www.cctv.online.tv സന്ദർശിക്കുക. നമസ്കാരം.